എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം അധ്യായം 24 ശ്ലോകം 43, 44, 45, 46, 47 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ പറഞ്ഞ പോലെ ഇതാ സത്യവ്രത രാജാവ് കാണണു, ഒരു കപ്പല് അങ്ങനെ വരണു ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക്. അതിൽ സപ്തർഷികൾ ഉണ്ടായിരുന്നു. അപ്പൊ അതാ ഭഗവാൻ പറഞ്ഞ പോലെ തന്നെ ഔഷധികളെയും ബീജങ്ങളെയും ഒക്കെ എടുത്തിട്ട് രാജാവും അതിൽ കയറി. ഓം നമോ ഭഗവതേ വാസുദേവായ ഗംഗണപതയേ നമ സംസരസ്വത്യൈ നമ ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 43. തം ഊജുർമുനയ പ്രീതാ രാജൻ ധ്യായസ്വ കേശവം സ വൈ ന സങ്കടാദസ്മാത് അവിതാ സംവിധാസ്യതി. പ്രീതാ മുനയ, പ്രീതരായ മുനികൾ, തം ഊജു അദ്ദേഹത്തോട് പറഞ്ഞു, രാജൻ, ഹേ രാജാവേ, കേശവം ശ്രീഹരിയെ ധ്യായസ്വ ധ്യാനിച്ചോളൂ, സവൈ അദ്ദേഹം തന്നെ, ന അസ്മാൻ സങ്കടാൽ നമ്മളെ ഈ സങ്കടത്തിൽ നിന്ന് അവിത്ത അവനം ചെയ്യും, ശം വിധാസ്യതി സുഖത്തെ ജനിപ്പിക്കും. മഹാരാജാവ് അതാ ഔഷധികളും ബീജങ്ങളും ഒക്കെ കൊണ്ട് അതിൽ കയറിയപ്പോ സപ്തർഷികൾക്ക് സന്തോഷായി. അവര് സത്യവ്രത മഹാരാജാവിനോട് പറയാണ്, ഹേ രാജാവേ, ബ്രഹ്മരുദ്രാദികളും കൂടി ഭക്തിയോടുകൂടി സേവിക്കുന്ന ആ സുഖപ്രദനായ ആ ശ്രീഹരിയെ തന്നെ, ആ ഭഗവാനെ തന്നെ നല്ലോണം ധ്യാനിച്ചോളൂ. ആ ഭഗവാൻ തന്നെ നമ്മളെ ഈ സങ്കടത്തിൽ നിന്ന് രക്ഷിച്ച് നമുക്ക് സുഖത്തെ നൽകും എന്ന് പറയുന്നു. മഹാരാജാവ് ഭഗവാനെ തന്നെ നല്ലോണം അങ്ങോട്ട് ധ്യാനിച്ചു. അപ്പൊ ഭഗവാൻ മത്സ്യരൂപിയായിട്ട് സത്യവ്രത മഹാരാജാവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അവരുടെ മുമ്പില് സോനുധ്യാതസ്തോ രാജ്ഞ പ്രാദുരാസീൽ മഹാർണവേ ഏകശൃംഗധരോ മത്സ്യോ ഹൈമോ നിയുതയോജന സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തഥാ അനന്തരം രാജ്ഞ അനുധ്യാത സ രാജാവിനാൽ അനുധ്യാനിക്കപ്പെട്ട അദ്ദേഹം ഏകശൃംഗധര ഒരു കൊമ്പിനെ ധരിച്ചിരിക്കുന്നതും നിയുതയോജന 1,00,000 യോജന വലിപ്പത്തോടുകൂടിയതും ഹൈമ സ്വർണ്ണ നിറത്തോടുകൂടിയതുമായ മത്സ്യമായിട്ട് ഹാർണവേ മഹാസമുദ്രത്തിൽ പ്രാദുരാസിയിൽ പ്രാദുർഭവിച്ചു. രാജാവ് ഇങ്ങനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഭഗവാൻ അത് മനസ്സിലാക്കി ഒരു കൊമ്പുള്ളതും സ്വർണവർണ്ണത്തോടു കൂടിയതും 1,00,000 യോജന വരുന്ന വിസ്തീർണമുള്ളതുമായിട്ടുള്ള ഒരു മഹാമത്സ്യം, അങ്ങനെ ഒരു രൂപം എടുത്തിട്ട് മഹാസമുദ്രത്തിൽ അങ്ങോട്ട് പ്രത്യക്ഷനായി ഭഗവാൻ. നിബധ്യനാവം തൽശൃംഗേ യഥോക്തോ ഹരിണാപുര വരത്രേണാഹിനാ തുഷ്ടാവമധുസൂദനം. ഹരിണ ഹരിയാൽ, പുരാ യഥാ ഉക്ത മുമ്പ് പറയപ്പെട്ട പ്രകാരം, വരത്രേണ അഹിന കയറായി ഭവിച്ച സർപ്പത്താൽ, തൽശൃംഗേ അതിന്റെ ശൃംഗത്തിൽ, നാവം നിബധ്യ തോണിയെ നിബന്ധിച്ചിട്ട്, തുഷ്ട സന്തോഷിച്ചവനായി, മധുസൂദനം ശ്രീ വിഷ്ണുവിനെ തുഷ്ടാവ സ്തുതിച്ചു. ഭഗവാനെ ആ രൂപത്തിൽ അങ്ങോട്ട് കണ്ടപ്പോ ഭഗവാൻ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ വാസുകി അപ്പൊ തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ വാസുകി കയറാക്കിയിട്ട് ആ തോണിയെ മത്സ്യത്തിന്റെ കൊമ്പോട് ചേർത്ത് അങ്ങോട്ട് കെട്ടി. അതിനുശേഷം ഭഗവാനെ സ്തുതിക്കണു മഹാരാജാവ്. രാജോവാച അനാദ്യ വിദ്യോപഹതാത്മസംവിദ തന്മൂല സംസാര പരിശ്രമാതുരാഹ യദൃച്ഛയേകോപസൃതായമാപ്നുയു വിമുക്തിദോ ന പരമോ ഗുരു ഭവാൻ. അനാദ്യ വിദ്യോപഹതാത്മസംവിദ അനാദിയായ വിദ്യയാൽ ഉപഹനിക്കപ്പെട്ട ആത്മജ്ഞാനത്തോടു കൂടിയവരും, തന്മൂല സംസാര പരിശ്രമ ആതുരാഹ തന്മൂല സംസാര പരിശ്രമത്താൽ ദുഃഖിതന്മാരുമായവർ, എതിർച്ഛയ അകാരണമായിട്ട്, ഇഹ ഉപസൃതാഹ ഇവിടെ സമാശ്രയിച്ചവരായി, യം ആപ്നുയോ യാതൊരുവനെ പ്രാപിക്കുമോ, യാതൊരു ഭഗവാനെ പ്രാപിക്കുമോ, വിമുക്തിത വിമോചനത്തെ നൽകുന്ന ഭവാൻ അങ്ങ്, ന ഞങ്ങൾക്ക് പരമഗുരു സർവോത്കൃഷ്ടനായ ഗുരുവായി ഭവിക്കണം. രാജാവ് ഭഗവാനെ സ്തുതിക്കണു. ഹേ ഭഗവൻ, അനാദിയായ
അവിദ്യയുടെ ബാധ നിമിത്തം ആത്മസ്വരൂപ ബോധമില്ലാതെ വരുന്നു. അത് നിമിത്തം ഈ ദേഹത്തിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ ആത്മത്വേന തെറ്റായിട്ട് ധരിക്കുന്നു. അതുകൊണ്ട് ഈ പുണ്യപാപകർമ്മങ്ങളും അതിന്റെ ഫലമായിട്ടുള്ള സംസാര ക്ലേശവും അനുഭവിക്കേണ്ടതായിട്ടും വരുന്നു. പലതരത്തിലുള്ള ക്ലേശങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവാത്മാക്കൾക്ക് പുണ്യം ചെയ്തതിന്റെ ഫലമായിട്ട്, പുണ്യം ചെയ്ത ആ പരിപക്വമായിട്ട് ചെയ്ത പുണ്യങ്ങള് അപ്പോ മാത്രം അവര് നാശരഹിതമായ പരമാനന്ദത്തെ പ്രാപിക്കുന്നു. ഞങ്ങളിങ്ങനെ വളരെ ക്ലേശത്തിലകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യവശാൽ ഭഗവാനെ, അവിടുത്തെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് കരയണയ്ക്കുവാൻ പരമഗുരുവാകുന്ന കർണധാരനായിട്ട് ഭഗവാനെ അവിടുന്ന് തന്നെ ഭവിക്കണം എന്ന് പറയുന്നു. ഇതിന്റെ അർത്ഥം ഇതിനു മുമ്പ് പറഞ്ഞ അതിന് ആ കാര്യമൊക്കെ അങ്ങനെ ഉറപ്പിച്ചു പറയുകയാണ്. പിന്നെയും കൂടി കുറച്ചും കൂടി ഉറപ്പിച്ചു പറയുകയാണ് മഹാരാജാവ്. ഭക്തിപൂർണ്ണ പ്രാർത്ഥിക്കണം. നമുക്ക് ഇത് തന്നെയാണ് പ്രാർത്ഥിക്കാനുള്ളത് അല്ലെ. ഇങ്ങനെ ക്ലേശത്തിൽ അകപ്പെട്ടിരിക്കുന്ന നമുക്ക് ഭഗവാനെ അവിടുത്തെ ശരണം പ്രാപിക്കാൻ തോന്നണം അല്ലെ. അങ്ങനെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് കരയണയ്ക്കുവാൻ പരമഗുരുവാകുന്ന കർണധാരനായിട്ട് ഭഗവാനെ അവിടുന്ന് തന്നെ വരണം. അവിടുന്ന് അല്ലാതെ വേറൊരു ആശ്രയം ഇല്ല അല്ലെ. അന്യഥാ ശരണം നാസ്തി. ജനോ ബുധോയം നിജ കർമ്മബന്ധന സുഖേച്ഛയാ കർമ്മ സമീഹതേ സുഖം യൽ സേവയാ താം വിധുനോത്യാസന്മതിം ഗ്രന്ഥിം സഭിന്ദ്യാത് ഹൃദയം സനോ ഗുരു. നിജകർമ്മബന്ധന, നിജകർമ്മത്താൽ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്ന അബുധ, ആത്മബോധമില്ലാത്ത അയം ജന, ഈ ജനം അസുഖം യഥാതഥ, അസുഖമാകും വണ്ണം സുഖേച്ഛയാ, സുഖാശയോടുകൂടി കർമ്മസമീഹത്തെ, കർമ്മത്തെ ചെയ്യുന്നു. യത് സേവയാ, യാതൊരുവന്റെ സേവ കൊണ്ട് താം അസന്മതിം, ആ അസതിയായ മതിയെ വിധുനോതി, നശിപ്പിക്കുന്നു. സ ഗുരു, ആ ഗുരു ഹൃദയം ഗ്രന്ഥിം, ഹൃദയരൂപമായ ഗ്രന്ഥിയെ, ബന്ധത്തെ നർത്ഥം ഹിന്ദ്യാൽ ഭേദിക്കണം. വൈരാഗ്യം ജനിക്കാണ്ട് മുക്തി ലഭിക്കില്ല. അപ്പോ വൈരാഗ്യോ ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ വൈരാഗ്യം ഉണ്ടാവുള്ളൂ അല്ലെ. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് അങ്ങയുടെ പാതാരവിന്ദത്തെ സേവിക്കാനുള്ള ബുദ്ധി നൽകണേ എന്ന അഭിപ്രായത്തോടു കൂടിയിട്ട് പിന്നെയും അത് തന്നെ സ്പഷ്ടാക്കുകയാണ്. വീണ്ടും വീണ്ടും അത് തന്നെ പ്രാർത്ഥിക്കുകയാണ് മഹാരാജാവ്. സ്വകർമ്മത്തിന് അധീനമായിരിക്കുന്ന ഈ ജീവലോകം ആത്മസ്വരൂപത്തെ അറിയാത്തത് കൊണ്ട് സ്വരൂപമായ ആനന്ദത്തെ മറന്നിട്ട് ഈ വിഷയസുഖങ്ങളില് അങ്ങനെ മുഴുകി അതന്നെയാണ് സുഖം എന്ന് ധരിക്കണം. അതിനെ തന്നെ സമ്പാദിക്കാനായിട്ട് പ്രയത്നിക്കുകയും ചെയ്യണം. അതുകൊണ്ട് എന്താ, അധികം ക്ലേശം അനുഭവിക്കണം. ഈ ലൗകികവും വൈദികവുമായ സകല കർമ്മവും സുഖത്തിനു വേണ്ടി ചെയ്യണമെന്ന് വെച്ചാലും അനുഭവം ദുഃഖം തന്നെയാണ്. അതുകൊണ്ട് വിഷയങ്ങൾ സുഖാസ്പദങ്ങളാണെന്നുള്ള ആ തെറ്റായ ഈ ഭാവം അങ്ങയുടെ പാതാരവിന്ദത്തെ ദൃഢമായിട്ട് സേവിക്കുന്നത് കൊണ്ട് നശിക്കണം. അതുകൊണ്ട് ഭഗവാനെ അവിടുത്തെ പാദസേവാരതിയെ തന്നെ ഞങ്ങൾക്ക് നൽകണേ. കർമ്മവാസനാരൂപമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയഗന്ധിയെ നശിപ്പിക്കുന്ന ഒരു പരമഗുരുവായിട്ട് അവിടുന്ന് തന്നെ ഞങ്ങളെ നേർവഴി നയിക്കണേ, പ്രാർത്ഥിക്കണം. മഹാരാജാവിന്റെ പ്രാർത്ഥന ഇതിൽ വളരെ ഇഷ്ടമായ പ്രാർത്ഥന സ്തുതികളാണ് ഇതിലത്തെ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.